ക്ഷേത്രങ്ങളുടെ നാടായ തമിഴ്നാടിൻ്റെ തെക്കേ അറ്റത്തെ പ്രശസ്തമായ ദസറ ആഘോഷമാണ് കുലസായി ദസറ. ഈ ആഘോഷത്തിൻ്റെ പിന്നിലെ ഐതിഹ്യം ഇപ്രകാരമാണ്. അഗസ്ത്യ മഹർഷിയെ വരമുനി വേണ്ട ആദരവ് നൽകിയില്ല എന്ന കാരണത്താൽ അഗസ്ത്യൻ വരമുനിയെ ഒരു ശാപം കൊടുക്കുന്നു. ഒരു കാളയുടെ തലയും മനുഷ്യൻ്റെ ശരീരവും ലഭിക്കാൻ ശപിച്ചു. ശപിക്കപ്പെട്ട വരമുനി മോഹിഷാസുരനെ പോലെയായി മാറുകയും അങ്ങോളം ഇങ്ങോളം പോയി ഉപദ്രവിക്കുവാൻ തുടങ്ങി. മോഹിഷാസുരനായി മാറിയ വരമുനി ദേവന്മാർക്കും ഋഷിമാർക്കും എല്ലാവർക്കും ഒരു പേടി സ്വപ്നമായി. ഇതിൽ നിന്ന് തന്നെ രക്ഷിക്കാൻ ദേവന്മാരും ഋഷിമാരും ശിവനോട് പ്രാർത്ഥിച്ചു. മോഹിഷാസുരനിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ പാർവതിയെ ആരാധിക്കാൻ ഭഗവാൻ ശിവൻ ദേവന്മാരോടും ഋഷിമാരോടും പറഞ്ഞു. പാർവതിക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. ദേവന്മാരും ഋഷിമാരും പാർവതി ദേവിക്ക് യാഗം അർപ്പിച്ചു. യാഗത്തിലൂടെ ലളിതാംബിക എന്ന ഒരു പെൺകുഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. കുട്ടി 9 ദിവസത്തിനുള്ളിൽ വളർന്നു. 9 ദിവസത്തിനുള്ളിൽ വളർന്ന ലളിതാംബിക 10-ാം ദിവസം പരാശക്തി ലളിതാംബികയായി മാറി മഹിഷാസുരനെ പരാജയപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ വധത്തിൻ്റെ 10-ാം ദിവസം ദസറയായി ആഘോഷിക്കുന്നു. മുമ്പത്തെ 9 ദിവസങ്ങൾ നവരാത്രിയായി ആഘോഷിക്കുന്നു. മൈസൂരിലെ ദസറ ആഘോഷം കഴിഞ്ഞ് നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ദസറ ആഘോഷം നടക്കുന്ന ഒന്നാണ് കുലസായി ദസറ. ലക്ഷക്കണക്കിന് ഭക്തർ ആഘോഷത്തിന് പങ്കുചേരുന്ന ഈ സ്ഥലം തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ തിരുച്ചെന്തൂരിനടുത്തുള്ള കുലശേഖര പട്ടണത്തിലെ മുത്താരമ്മൻ ക്ഷേത്രമാണ്. കുലസായി മുത്താരമ്മൻ ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് 300 വർഷം പഴക്കമുണ്ട്. തിരുച്ചെന്തൂരിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയായിട്ടാണ് ക്ഷേത്രം. വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്തർ കുലശേഖര പട്ടണത്തേക്ക് വരുന്നു. ഭക്തരിൽ ഭൂരിഭാഗവും തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ്. അതുപോലെ തന്നെ ആന്ധ്ര, തെലങ്കാന, കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള ഭക്തരും ആ ഉത്സവത്തിൽ പങ്കുചേരുന്നു. ഉത്സവത്തിൻ്റെ പ്രധാന ദിവസം ഭക്തരുടെ തിരക്ക് കാരണം ദേശീയപാത പൂർണ്ണമായി അടച്ചിടേണ്ടി വരും. പകരമായി താൽക്കാലിക ബസ് സ്റ്റാൻഡുകൾ അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ വേഷം കെട്ട് എന്ന ചടങ്ങാണ് വ്യത്യസ്തമായി നിലകൊള്ളുന്നത്. പാർവതി ലളിതാംബികയുടെ വേഷത്തിൽ വന്നിട്ടുണ്ട് എന്ന വിശ്വാസത്തിൽ ഭക്തർ വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിച്ച് ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നു. തമിഴ്നാട്ടിലെമ്പാടുമുള്ള ഭക്തർ 91, 48, 41, 31, 21, 11 ഇങ്ങനെയുള്ള ദിവസങ്ങൾ വ്രതം അനുഷ്ഠിച്ച ശേഷം ആണ് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. മിക്ക ആളുകളും കാളിവേഷം ധരിക്കുന്നു. വ്യത്യസ്തമായ വസ്ത്രധാരണത്തോടെ വരുന്ന അനേകർ ഇവിടെയുണ്ട്. ഭക്തരിൽ വ്യത്യസ്തമായ ഭാവങ്ങൾ കാണാം. ചിലർക്ക് ഉഗ്രമായ ഭാവം, ചിലർ വളരെ ശാന്തതയോടെ, ചിലർ ആത്മീയ വികാരത്തിൻ്റെ മറ്റൊരു ലോകത്ത്. എന്നാൽ ചില മുഖങ്ങൾ നിസ്സഹായതയുടെയും സങ്കടവും നിറഞ്ഞതാണ്. വസ്ത്രം ധരിച്ച് ഭിക്ഷ സ്വീകരിക്കുന്നത് ഇവിടുത്തെ ഒരു ആചാരമാണ്. പലരും അത്തരം വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നത് കാണാം. ഒരു യാചകനായി മനോരോഗിയായി വേഷം മാറി അയാൾ ദാനം സ്വീകരിക്കുന്നു. എന്നാൽ ചിലർക്ക് ഇതൊരു വരുമാന മാർഗമാണ്. റോഡരികിൽ ചില കുഞ്ഞുങ്ങളെയും കാണാം. ഈ ഉത്സവം കുലശേഖര പട്ടണ ക്ഷേത്ര പരിസരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇത് ഒരു ദേശത്തിൻ്റെ ഉത്സവമാണ്. ഓരോ ഗ്രാമവും ഈ ഉത്സവം ആഘോഷിക്കും. ഓരോ ഗ്രാമത്തിനും അവരുടേതായൊരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രത്തോട് ചേർന്ന് ഒരു ഓലമേഞ്ഞ കൂര പണിയും. അവിടെയാണ് പ്രധാനമായി വേഷം കെട്ടുന്നത്. അതിൽ കാളിവേഷമാണ് പ്രധാനം. കാളിവേഷധാരിയെ എല്ലാവരും ദിവ്യഭയത്തോടെ കാണുന്നു. അതിനു പുറമെ വ്യത്യസ്ത വേഷവിധാനങ്ങൾ ധരിച്ച് മറ്റാളുകളുണ്ടാകും. വസ്ത്രം ധരിച്ച ശേഷം അവർ ഗ്രാമത്തിലെ ഓരോ വീട് സന്ദർശിക്കും. ദസറ ദിവസം രാത്രിയിൽ ഗ്രാമത്തിൽ നിന്ന് വാഹനങ്ങളിൽ അവർ ഒരുമിച്ച് കുലശേഖര ക്ഷേത്രത്തിലേക്ക് കടന്നു വരും.
ഉത്സവത്തിൻ്റെ പര്യവസാനം കുലശേഖരം കടൽ തീരത്താണ്. ക്ഷേത്രം സന്ദർശിച്ച ശേഷം വ്യത്യസ്ത വേഷവിധാനങ്ങൾ ധരിച്ച ആളുകൾ കടൽ തീരത്തിലേക്ക് വരും. കൈകളിൽ അഗ്നികുണ്ഡമായി ഭക്തരുടെ വരവ് പകർത്താൻ ഫോട്ടോഗ്രാഫർമാർ അവിടെ കാത്തിരിക്കും. കടൽ തീരത്ത് വസ്ത്രം അഴിച്ചു മാറ്റി ഭക്തർ ആചാരം പൂർത്തിയാക്കുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള കടൽ തീരത്ത് വ്യത്യസ്ത വേഷവിധാനങ്ങൾ ധരിച്ച ഭക്തർ തീ കത്തിക്കുന്നു. തീ അണയ്ക്കുന്ന എല്ലാ കലങ്ങളും പന്തങ്ങളും കരയിലുപേക്ഷിച്ച് അവർ വസ്ത്രങ്ങൾ അഴിച്ചു മാറി യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്.